ശബരിമലയുമായി ബന്ധപ്പെട്ട് 2024-25 ഏറ്റവും പുതിയ അപ്ഡേറ്റ്സാണ്. ശബരിമലയിലെ ദർശന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിൻ്റെ ചില സുപ്രധാന തീരുമാനങ്ങൾ വന്നിരിക്കുന്നു. എല്ലാവരും തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മുഴുവനായും കേൾക്കുക. ശബരിമല ദർശനം സുഗമമാക്കുന്നതിനും തിരക്ക് കുറയ്ക്കുന്നതിനുമായി ദർശന വഴി മാറ്റുന്ന കാര്യവും ബൈലി പാലം വഴി പുതിയ പാത ഒരുക്കുന്നതടക്കമുള്ള മാറ്റങ്ങൾ പരിഗണിച്ച് ദേവസ്വം ബോർഡ് 18-ാം പടി കയറി വരുന്ന തീർത്ഥാടകർ ക്യൂ കോംപ്ലക്സിൽ കാത്തു നിൽക്കാതെ നേരിട്ട് സോപാന ദർശനം നടത്താനുള്ള സൗകര്യം ഒരുക്കുന്ന കാര്യമാണ് ദേവസ്വം ബോർഡ് പ്രധാനമായും ആലോചിക്കുന്നത്. കൊടിമരത്തിൽ നിന്ന് നേരിട്ട് സോപാനത്തിലേക്കുള്ള വഴി തീർത്ഥാടകരെ കയറ്റിവിടാനാണ് ആലോചിക്കുന്നത് എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ PS പ്രശാന്ത് പറഞ്ഞു. നേരിട്ടുള്ള ദർശനം ലക്ഷ്യം വെച്ച് സ്ഥാപിച്ച ബേലി പാലത്തിൻ്റെ നിർമ്മാണ കുടിശ്ശിക സൈന്യത്തിന് നൽകിയതോടെയാണ് പുതിയ നീക്കം. ഇതോടുകൂടി ഈ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു. സൈന്യത്തിന് കുടിശ്ശിക പൂർണ്ണമായും നൽകിയിരിക്കുന്നു. ദർശന വഴി മാറ്റുന്നതിൽ എല്ലാവരുമായി കൂടിയാലോചന നടത്തിയ ശേഷമേ അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂവെന്നും മാസ്റ്റർ പ്ലാനിൽ നേരിട്ട് തൊഴുന്നതിന് ശുപാർശ ചെയ്തിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ PS പ്രശാന്ത് പറയുന്നു. വേണ്ടത്ര ധാരണയില്ലാതെ വർഷങ്ങൾക്ക് മുൻപ് ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച ബേലി പാലം ഇപ്പോൾ തുരുമ്പിച്ച് കിടക്കുകയാണ്. ഇത് നവീകരിച്ച് ഉപയോഗപ്പെടുത്താനാണ് ആലോചിക്കുന്നത്. അയ്യപ്പനെ തൊഴുത് മാളികപ്പുറം വഴി പുറത്തേക്കിറങ്ങുന്ന തീർത്ഥാടകരെ വീണ്ടും നടപ്പന്തലിലേക്ക് പോകാതെ ചന്ദ്രാനൻ റോഡിലെത്തിക്കാനാണ് 13 വർഷം മുമ്പ് ബേലി പാലം നിർമ്മിച്ചത്. മണിക്കൂറുകൾ കാത്തുനിന്ന ശേഷം കുത്തിറക്കവും കയറ്റവും പടികളും കടന്ന് ശരണസേതു പാലം വഴിയുള്ള യാത്ര തീർത്ഥാടകർക്ക് മടുത്തതോടെ ഈ പാത ഉപേക്ഷിച്ചു. വർഷാവർഷമുള്ള അറ്റകുറ്റപ്പണി നടത്തിയതോടെ ബേലി പാലവും ഉപയോഗശൂന്യമായി. ഇതോടൊപ്പം സൈന്യത്തിന് നൽകാനുള്ള കുടിശ്ശികയും കൂടി. ദേവസ്വം ബോർഡിന് വേണ്ടി 1.25 കോടി രൂപ സംസ്ഥാന സർക്കാർ സൈന്യത്തിന് നൽകി കുടിശ്ശിക തീർത്തു. ഇതോടെയാണ് പുതിയ ആലോചന. കൊടിമരത്തിൽ നിന്ന് നേരിട്ട് സോപാനത്തേക്ക് കടത്തിവിട്ട് ബേലിപ്പാലം വഴി പുറത്തേക്കുള്ള കടത്തിവിടുന്ന പുതിയ റൂട്ടാണ് ആലോചിക്കുന്നത്. എന്നാൽ ഇതിനായി പാലവും പാതയും നവീകരിക്കണം. പാതയിൽ മുമ്പുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുകയും വേണം. മാളികപ്പുറത്തിന് പിന്നിലൂടെ ഭസ്മക്കുളത്തിന് അരികിലൂടെയാണ് ഈ വഴി പോകുന്നത്. പാലത്തിൻ്റെ അറ്റകുറ്റപ്പണി നടത്താനുള്ള ലക്ഷങ്ങൾ ആവശ്യമാണ്. അതിനാൽ തന്നെ പുതിയ തീരുമാനങ്ങൾ നടപ്പാക്കാൻ ഏറെ വെല്ലുവിളിയാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഈ തീരുമാനം ഉണ്ടാകുമെന്നാണ് ദേവസ്വം ബോർഡിൻ്റെ പുതിയ അറിയിപ്പ്. ഇതിനായുള്ള സജ്ജീകരണങ്ങൾ പെട്ടെന്ന് തന്നെ എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.